സാറേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെയും പറയുമോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരുപാടൊരു കടപ്പെട്ട് നിൽക്കുന്ന ആളാണ് സാറേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും കുടുംബവും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണക്കാരൻ സാറാ. ബികോം നമ്മൾ പഠിച്ചു, MBA ഒക്കെ പഠിച്ചെങ്കിൽ പോലും നമുക്ക് ആ അവിടെ വന്നിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് ആ ലെഡ്ജറും ജേണലും കുത്തിപ്പിടിച്ചിരുന്ന് എഴുതി അതിൻ്റെ പല ട്രേഡിങ് കമ്പനിയുടെയും പാർട്ണർഷിപ്പ് ഫേമിൻ്റെയും മറ്റേ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ കണക്കുകൾ അവിടെ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് എഴുതി സാറ് തന്നെ എനിക്ക് അവിടെ നിന്നൊരു ജോലി റെഡിയാക്കി തന്ന്. അവിടെ ഞാൻ 2 കമ്പനിയിൽ ജോലി ചെയ്തു. ഒരു കമ്പനിയിൽ കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് റെഫറൻസിൽ കയറി. അതും നമുക്ക് ഈ നമ്മുടെ അക്കൗണ്ട് അക്കാദമി തന്നെ പഠിച്ചിരുന്ന ഒരാൾ വഴിയാണ് അവിടെയും എനിക്ക് കിട്ടിയത്. അവിടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് അക്കാദമി പഠിച്ചൊരു പയ്യനായിരുന്നു, അവൻ പോയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പറയുക. അങ്ങനെ അവിടെ നിന്നും ജോലി നിൽക്കാതെയാണ് നമ്മുടെ പേട്ടയിലുള്ള സുജീന ട്രാവൽസ് വഴി ഞാൻ മസ്കറ്റിലേക്ക് പോകണം ആദ്യമായിട്ട്. മനസ്സിലായോ? ആ സുജീനയിൽ മസ്കറ്റിൽ പോയി, മസ്കറ്റിൽ ഞാനൊരു 4-5 കൊല്ലത്തോളം നിന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഖത്തറിലേക്ക് വന്നത്. എല്ലാത്തിൻ്റെയും ഒരു എന്താ പറഞ്ഞത്, ഒരു വഴി തിരിഞ്ഞു വിട്ട ഒരു സ്റ്റാർട്ടിങ് ഈ അക്കൗണ്ടിങ് അക്കാദമിയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഇന്ന് ഞാനും കുടുംബവും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നമുക്കുള്ളതിൻ്റെ എല്ലാ എന്താ പറയുക, ഇന്ന് എന്തൊക്കെയുണ്ടോ അത്, ഞാൻ വട്ടപ്പൂജ്യത്തിൽ നിന്ന് വന്ന, നമ്മുടെ വീട്ടിൽ വലിയ ആസ്തിയും വലിയ സമ്പന്നൊന്നുമില്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതൊക്കെ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഒരു എന്താ പറഞ്ഞത്, ഒരുപാട് കടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ അക്കൗണ്ടിങ് അക്കാദമി സാറൊക്കെ. മനസ്സിലായോ? അത് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞില്ലെങ്കിൽ ഞാനത് എന്നോട് തന്നെ ഞാനൊരു തെറ്റായതുകൊണ്ടാണ് ഞാൻ സാറിനോട് വീണ്ടും പറയണത്. മനസ്സിലായോ? ഞാൻ ഒരു പക്ഷേ അന്ന് ബികോം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ MBA കഴിഞ്ഞിട്ട് ഞാനിവിടെ തെണ്ടി തിരിഞ്ഞൊക്കെ നടന്നായിരുന്നുവെങ്കിൽ, എറണാകുളത്ത് തന്നെ നിന്നായിരുന്നുവെങ്കിൽ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഈ പറഞ്ഞ പോലെ എങ്ങും എത്താതെ നിൽക്കുന്നവരുണ്ട്. കുറേ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 10,000, 20,000, 25,000 ഇന്നും പണിയെടുക്കുന്നവരുണ്ട്. ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവിടെ നിന്നാണ് നമുക്ക്, അവിടെ പഠിച്ചു, അവിടെ നിന്ന് ജോലി കിട്ടി, മാറിക്കയറി, അവിടെ നിന്ന് ഒമാനിലേക്ക് പോയി, ഒമാനിൽ നിന്ന് ഖത്തറിലേക്ക് വന്നു. എല്ലാം ഒരു ട്വിസ്റ്റ് അവിടെ നിന്നായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ അക്കൗണ്ടിങ് അക്കാദമി. ഞാനത് പറഞ്ഞില്ലേ മോശമാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് കേട്ടോ സാറേ. ഓക്കെ.